ഹലോ മൈ ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ടൊക്കെ, കുറേ ഗ്യാപ്പായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് സോറി. കാരണം വേറെ ഒന്നുമല്ല, ക്ലാസ്സിൽ ഒരുപാട് പഠിക്കാനും അസൈൻമെൻറ്റ്സും ഹോംവർക്ക്സും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളായിരുന്നു ഞാൻ. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെട്ടു. അതിൻ്റെ ദുഃഖത്തിലായിരുന്നു കേട്ടോ കുറച്ച് നാൾ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ആക്റ്റീവായിട്ട് വീണ്ടും യൂട്യൂബ് എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി മുതൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം ഇനിയൊരു എക്സാമും കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡീല നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് വെക്കേഷൻ ആകുമ്പോൾ എന്തായാലും മാക്സിമം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കണ്ടന്റിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ ഇന്നൊരു അടിപൊളി കിടുക്കൻ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. വേറെ ഒന്നുമില്ല, നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അതും വളരെയധികം ലോ കോസ്റ്റിൽ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഷൂ ബോക്സാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സ്കെച്ച്, A4 ഷീറ്റ്സ് അല്ലെങ്കിൽ വാൾപേപ്പേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ ഫെവിക്കോള്, കത്രിക. അപ്പോൾ ഫെവിക്കോള് ഞാനിവിടെ ഗ്ലൂഗണാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. വീഡിയോസിന് അത്ര ഗ്യാപ്പ് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് തൊട്ടാനാണ് ഗ്ലൂഗൺ യൂസ്. നിങ്ങൾക്ക് ഫെവിക്കോൾ യൂസ് ചെയ്താലും മതി. കുറച്ച് നേരം പിടിച്ചെന്ന് അത് ഒട്ടു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് ഞാൻ ഇതുപോലൊരു വാൾപേപ്പർ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എവിടെയോ കിടക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 മൂലയും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുണ്ടായിരുന്നുള്ളൂ, എന്നാലും ഞാൻ ഫ്രണ്ട് ഭാഗം നല്ല നീറ്റായിട്ട് ഒട്ടിച്ചു. ബാക്ക് ഭാഗത്ത് ഞാൻ പകുതി വുഡനും പകുതി A4 ഷീറ്റും വെച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് കുഴപ്പമില്ല, ബാക്കിൽ ആരും കാണാൻ പോകുന്നില്ല. അപ്പോൾ ഫ്രണ്ട് ആകുമ്പോൾ കുറച്ചുകൂടി നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് വുഡനായിട്ടുള്ളൊരു ലുക്കിൽ തന്നെ ക്രിയേറ്റ് ചെയ്തതും. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കട്ടിയുള്ള കാർഡ്ബോർഡാണ് കേട്ടോ. അത് നമുക്ക് കട്ടി കൂടുന്നത് നമുക്ക് നല്ല ഭംഗിയില്ല, അതായത് നല്ല ഭംഗി വേണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഈ വാൾപേപ്പറൊക്കെ യൂസ് ചെയ്യുന്നത്. വാൾപേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് A4 ഷീറ്റ്സോ അല്ലെങ്കിൽ കളർ A4 ഷീറ്റ്സോ യൂസ് ചെയ്യാം കേട്ടോ. A4 ഷീറ്റിൽ പ്ലെയിൻ വേണമെങ്കിൽ ഒട്ടിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ നിന്നോ ഗൂഗിളിൽ നിന്നോ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒരു പിക്ചറൊക്കെ എടുത്ത് വരച്ച് ക്യൂട്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാൾപേപ്പർ ഉള്ളതുകൊണ്ട് പിന്നെ കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വെച്ചിട്ട് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ സിമ്പിളായിട്ട് ഒട്ടിച്ചേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടുത്തായിട്ടുള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണമാണ് കേട്ടോ, നല്ല കട്ടിയുള്ള കാർഡ്ബോർഡ് കഷ്ണം. ഇത് ഈ കാണുന്ന രീതിയിൽ കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാനാണ് കേട്ടോ. അതും നമുക്ക് വേണമെങ്കിൽ വാൾപേപ്പർ കൊണ്ട് ഒട്ടിക്കാം. വാൾപേപ്പർ A4 ഷീറ്റ് എന്താണെന്ന് വെച്ചാൽ ഒട്ടിക്കാം. പക്ഷേ എൻ്റെ അതിന് ഇതുള്ള പിശുക്കം അതല്ലെങ്കിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് ഒട്ടിക്കാണ്ടിരുന്നത്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു പേപ്പറാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ കല്യാണക്കുറിയുടെ ആ ഒരു കവറാണ് കേട്ടോ, ഹാർഡ് ബാഗില്ല, ആ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഓൾറെഡി വൈറ്റ് നല്ല ഡിസൈനുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൂഗൺ വെറുതെ എല്ലാവരും ചെയ്യണ പോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കമ്പാർട്ട്മെൻറ്റ് ഒട്ടിച്ചത്. അപ്പോൾ ഞാൻ വലിയൊരു കള്ളിയിൽ ബുക്ക് വയ്ക്കാം, പിന്നെ സ്കെച്ച് വയ്ക്കാം, പിന്നെ കുറച്ച് പെൻസിലൊക്കെ ഇടാനായിരുന്നു പ്ലാൻ. പിന്നെ സ്കെച്ച് വെച്ചപ്പോൾ എനിക്ക് അത് ഭയങ്കരമായിട്ട് ഡിസറേഞ്ച് ആയിട്ട് കിടക്കണം കണ്ടു, അതായത് അറേഞ്ച്ഡ് അല്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കമ്പാർട്ട്മെൻറ്റും കൂടി ഇടയിൽ ഉണ്ടാക്കിയിട്ട് ചെറിയ സ്കെച്ചും വലിയ സ്കെച്ചും ഒതുക്കി കിട്ടും. അതിനുശേഷം ഞാൻ എൻ്റെ ആവശ്യമായിട്ടുള്ള ഫെവിക്കോളും കത്രികയൊക്കെ ചെയ്തു കിട്ടും. എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു ഗിഫ്റ്റ് പേപ്പർ സിൽവർ കളർ എടുത്തിട്ടും അതുപോലെ ഒരു മെലഡിയുടെ കവറും കൂടി ചുരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നമ്മുടെ സൈക്കിളും കൂടി അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇത് സൈക്കിൾ ക്യാൻറ്റീന്ന് കിട്ടിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഞാൻ ഇങ്ങനെ വെച്ചത് കേട്ടോ. ബോക്സൊക്കെ കൊള്ളും, അത്യാവശ്യം നന്നായി തന്നെ വെയിറ്റ് കൊള്ളുന്നുണ്ട്. ഞാൻ കുറേയധികം വെയിറ്റുള്ള ബുക്സ് ഒരു 6-7 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് സ്പേസും വെയിറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻസ് വെയിറ്റ് അത്രയ്ക്കും ഉണ്ടായിരുന്നില്ല, പക്ഷേ സ്പേസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റായിട്ട് തോന്നി. പിന്നെ കുറച്ചുകൂടി വെയിറ്റ് വെച്ച് എന്തുണ്ടാവുമെന്ന് വെച്ചിട്ട് ഞാൻ വെയിറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ചധികം. എന്നിട്ടും ഒരു കൂസൽ അതിനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ഓർഗനൈസ് ആയിട്ടിരിക്കും. പിന്നെ അതെല്ലാം മാറ്റി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ എത്ര പേർക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ ബാക്കി നാളെ. അപ്പോൾ ചേട്ടാ ബൈ.